എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ലൈനിങ് കുർത്തിയാണിത്. ലൈനിങ് കുർത്തി അല്ലെങ്കിൽ ചുരിദാർ ടോപ്പ് എന്ന് പറയാം. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് നോക്കുക, ഇതിൽ നെക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു നെക്കും ആണ് രണ്ട് സൈഡും ചെയ്തിട്ടുള്ളത്. പിന്നെ സ്ലീവിൽ ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ നെക്കിൽ മുഴുവൻ ബീഡ് വർക്ക് ചെയ്യാനുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ നെക്ക് ചെയ്തിട്ടുള്ളത് നോക്കുക, വളരെ ക്ലീനായിട്ട് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ഭാഗവും ഫ്രണ്ടും ബാക്കും വളരെ ക്ലീൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കുക, ഇതിൻ്റെ ഉൾഭാഗമാണ് ഇത് കാണുന്നത്. അപ്പോൾ ഉള്ളിൽ ഞാൻ അഡീഷണൽ ഒരു പാനൽ വെച്ചേക്കാണ്. ഇത് ഈ ഷോൾഡർ തൊട്ട് താഴത്തേക്ക് നെക്ക് വരെ ചുറ്റുഭാഗവും ഞാൻ ഒരു അഡീഷണൽ ഒരു പാനൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് നെക്ക് നല്ല ഫിറ്റിങ്ങിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. കാരണം വളരെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ബീഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ബോഡിയോട് ചേർന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വളരെ ക്ലീനായിട്ട് ഫ്രണ്ടിലും ബാക്കിലുമാണ് ഈ പാനൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പാനൽ ചെയ്തിട്ട് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, അതാണ് മെയിനായിട്ട്. അതുപോലെ തന്നെ ഷോൾഡർ ജോയിൻറ്റ് പലരും ചോദിക്കാറുണ്ട്, ഷോൾഡർ ലൈനിങ് കുർത്തി അല്ലെങ്കിൽ ലൈനിങ് ചുരിദാറിൽ എങ്ങനെയാണ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നീറ്റ്നെസ് നിങ്ങൾ നോക്കുക, ഇത് അത്ര ക്ലീനായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലീനായിട്ട് ഉള്ള ഉണ്ട്. നെക്കിൻ്റെ ഇത് കണ്ടോ, സാധാരണ ഹെം ചെയ്യുക എല്ലാവരും, പക്ഷേ ഇത് ഹെം ചെയ്തിട്ടില്ല. നമ്മൾ ഹെം ചെയ്യാതെയാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹെമ്മിന് പകരം നമ്മൾ ആ അഡീഷണൽ വെച്ചിട്ടുള്ള പാനൽ നേരെ ലൈനിങ്ങിലേക്ക് തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ലൈനിങ്ങും ആ ബാക്ക് പാനലും ഫ്രണ്ട് പാനലും വേറെ വേറെയാണ് നിൽക്കുക. അപ്പോൾ അതുപോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നീറ്റായിട്ട് സ്റ്റിച്ചിങ് ചെയ്യണം എന്നുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത് കാണുക, ഈ വീഡിയോ മുഴുവൻ കാണുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈനിങ് കുർത്തിയിൽ എത്രയും നീറ്റ്നെസ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. ഇപ്പോൾ ഇത് നോക്കുക, ഇത് ലൈനിങ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തുണി ചന്തേരി സിൽക്കാണ് തുണി. അപ്പോൾ വളരെ കനം കുറഞ്ഞ തുണിയാണ്. അത് നോക്കുക, ചന്തേരിയാണ് തുണി, വളരെ കനം കുറവാണ്. അപ്പോൾ ലൈനിങ് വെച്ച് തയ്ച്ചില്ലെങ്കിൽ ഇത് ഒരു തരത്തിലും, അപ്പോൾ നല്ല ലൈനിങ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കുക, രണ്ട് ഫ്രണ്ടും ബാക്കും നെക്കാണ് ഇതിൽ കട്ട് ചെയ്തിട്ടുള്ളത്. രണ്ട് ഭാഗവും ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് നോക്കുക, ഇത് നമ്മൾ ഫ്രണ്ട് നെക്കും ഡീപ്പ് കൂടുതലുള്ളത് ബാക്ക് നെക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ടുള്ളത് ഞാൻ പറയാം. 7.5 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത്. അതുപോലെ ബാക്ക് നെക്ക് ഇറക്കം 7.5 ഇഞ്ച് തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കും. ഫ്രണ്ട് നെക്ക് 6.5 ഇഞ്ച്, ഇറക്കം 7.5 ഇഞ്ച് വിഡ്ത്ത്. ഇതാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. സാധാരണ സിമ്പിളായിട്ടുള്ള നെക്കാണ്. അപ്പോൾ അതിൽ അഡീഷണൽ കളറുകളൊന്നും യൂസ് ചെയ്യാണ്ട് അവർക്ക് ബീഡ് വർക്ക് ചെയ്യാനുള്ളതാണ് ഇതിൽ. അപ്പോൾ ഗോൾഡൻ കളർ ബീഡിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നോക്കുക, ഈ ഒരു പാനലാണ് നമ്മളൊരു അഡീഷണൽ ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡ് ഇതുപോലെ നമ്മൾ ഈ ക്യാൻവാസ് ഒട്ടിച്ചിട്ടുള്ള സൈഡിലേക്ക് മടക്കി തയ്ക്കുക അതുപോലെ. അപ്പോൾ ഇതൊരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 9 ഇഞ്ച് ഇറക്കം വരെയാണ് നമ്മൾക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കി സൈഡ് തയ്ച്ച് നല്ല ക്ലീനായിട്ട് വേണം നമുക്കത് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ലൈനിങ് ചുരിദാറുകളൊക്കെ ചെയ്യുമ്പോൾ ബാക്ക് വശം നല്ല വൃത്തി ഉണ്ടാവണം, ഉൾവശമൊക്കെ നല്ല വൃത്തി ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മൾ ചന്തേരി സിൽക്കിലൊക്കെ ചെയ്യുമ്പോൾ പിൻവശം നല്ല വൃത്തി. ഇത് നോക്കുക, ഇതിപ്പോൾ ഞാൻ ഇതിലൊരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നോക്കുക, ഏറ്റവും ആദ്യം പേപ്പർ വെച്ചിട്ട് അതുമ്പോൾ നമ്മുടെ ചന്തേരി സിൽക്ക് തുണി വെച്ചു. അപ്പോൾ ഇത് ഈ കൈ വെച്ചിട്ടുള്ള ഭാഗം ഇതിൻ്റെ പുറം വശമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വയ്ക്കുക. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ കറക്റ്റ് ആവണം. അപ്പോൾ ഇതിൻ്റെ സൈഡ് മടക്കി തയ്ച്ചിട്ടുള്ളതാണ് ഈ പാനലിൻ്റെ. ഞാൻ തയ്ക്കണത് കാണിച്ചു തരാനുള്ളൂ, നേരത്തെ സൈഡ് മടക്കണത് കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ കൂടെ ഏറ്റവും ആദ്യം തന്നെ കറക്റ്റായിട്ട് ഒരു തയ്ക്കുക. അപ്പോൾ അടിയിൽ നമ്മൾ പേപ്പർ വെക്കണത് ചന്തേരി സിൽക്ക് ആയതുകൊണ്ട് ചുളിവ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞത് നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് അതിലൊരു ചുളിവ് പോലും ഇല്ലാതെയാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കറക്റ്റായിട്ട് ഈ നെക്ക് ആ ക്യാൻവാസും കൂടെ എഡ്ജ് കൂടെ കറക്റ്റായിട്ട് അതിലേക്ക് കയറ്റി അടിക്കുക. കാരണം അത്രയും കറക്റ്റായിട്ട് അതിലേക്ക് കയറണം, അത്ര കയറാൻ പാടുള്ള, കൂടുതൽ നമുക്ക് കയറരുത്.
കറക്റ്റ് എഡ്ജമ്മ കൂടെ കയറി ഇങ്ങനെ പോരണം കറക്റ്റായിട്ട്. ഫുൾ റൗണ്ട് ഇതുപോലെ തയ്ച്ച് നമ്മൾ സാധാരണ നെക്ക് കട്ട് ചെയ്തെടുക്കണ പോലെ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പക്ഷേ ഇത് നോക്കുക, ഇനിയിപ്പോൾ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ലൈനിങ് വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് തയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് നമുക്ക് ബാക്കിലത്തെ നെക്ക് കാണില്ല. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ നെക്ക് ലൈനിങ് തുണി ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കൂടെ ഒരു അടി അടിക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു തയ്പ്പ് തയ്ച്ച് നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമ്മളിതിനെ തിരിച്ച് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. കാരണം നമ്മൾ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ആ ഭാഗത്ത് കൂടെ ഇപ്പോൾ മറ്റേ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് നമുക്ക് കാണാം. ഉണ്ടോ, ആ പേപ്പറിൽ നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ആ സ്റ്റിച്ചിങ്ങിന് കൂടെ തന്നെ ഒന്നുകൂടി തയ്ക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതൊരു സ്റ്റിച്ചിങ് കൂടി നമ്മൾ ആ പേപ്പറും കൂടെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ ലൈനിങ് അതിൽ കറക്റ്റായിട്ട് പിടിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നെക്ക് കറക്റ്റാവും ചെയ്യും, വേറെ ഒരു തരത്തിലും അതിൽ വ്യത്യാസങ്ങളുണ്ടാവില്ല. അപ്പോൾ ആ ഒരു പാനൽ അഡീഷണൽ വെച്ചിട്ടുള്ള പാനൽ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇനി അത് ഉള്ളിൽ വിടാനാണെങ്കിൽ നമുക്ക് ഇത് പുറത്ത് വെച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ പേപ്പർ ഇതുപോലെ പൊളിച്ചു കളയുക. ആ പേപ്പർ കറക്റ്റായിട്ട് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം ക്ലീനായി. പക്ഷേ പേപ്പർ വെച്ച് തയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ചുളിവ് വരാതെ നമുക്ക് കറക്റ്റായിട്ട് അത് തയ്ക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഒരു 4 ഇഞ്ചിൻ്റെ അടുത്ത് വീതി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക നെക്ക്. അപ്പോൾ ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ സൈഡ് മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സാധാരണ നമ്മൾ നെക്ക് മടക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന പോലെ ഇതുപോലെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മടങ്ങി കിട്ടും. ഇനി നമ്മൾ ഇതിനെ ലൈനിങ്ങിനെ അപ്പുറത്തേക്ക് മറിക്കുക. ഇപ്പോൾ ലൈനിങ്ങും ആ നെക്കിൻ്റെ പാനൽ നമ്മൾ അഡീഷണൽ വെച്ചതും കൂടിയിട്ട് അപ്പുറത്തേക്ക് മറിക്കുക. ഈ മറിച്ചതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഇങ്ങനെ നെക്കുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പലരും അയൺ ചെയ്യാൻ ഒരു മടി കാണിക്കും. ഒരു തരത്തിലും മടി കാണിക്കരുത്, പണിയെടുക്കാൻ മടി കാണിക്കരുത്. കാരണം നിങ്ങളുടെ നെക്കിൻ്റെ ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മളത് അയൺ ചെയ്യാൻ വേണം. അപ്പോൾ ഇത് നോക്കുക, ഇതുപോലെ ഇതിപ്പോൾ അയൺ ചെയ്തതാണിത്. കണ്ടോ, അയൺ ചെയ്ത് നല്ല ഇപ്പോൾ അതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, നല്ല ക്ലീൻ ഫിനിഷിങ്ങാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിങ്ങും രണ്ടാമത് വെച്ച ഈ പാനലും കൂടിയിട്ട് ഇത് ഇങ്ങനെ പിടിക്കുക. കണ്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് ഈ തയ്യൽ തുമ്പടക്കം നമ്മൾ ഇങ്ങനെ പിടിക്കുക. തയ്യൽ തുമ്പടക്കം പിടിച്ചിട്ട് ആ എഡ്ജിൽ കൂടെ കറക്റ്റായിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക ചുറ്റും. യാതൊരു കാരണവശാലും ഈ നെക്ക് ഒരു കാലത്തും വിട്ടുപോരരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ കറക്റ്റായിട്ട് അപ്പുറത്തേക്ക് മടങ്ങിയിരിക്കണം. ഇത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ അറിയാം, തയ്യൽ തുമ്പ് കാണില്ല. ഈ ഭാഗം ചന്തേരി തുണി നിങ്ങൾക്ക് കാണുമ്പോൾ അത് അറിയാം കറക്റ്റായിട്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് ആ വലിവിൽ കറക്റ്റായിട്ട് തയ്ക്കുക. അപ്പോൾ ഈ നെക്കൊക്കെ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൈ ഞാൻ വെച്ചിട്ടുള്ളത് കണ്ടില്ലേ, ഇതേപോലെ നിങ്ങൾ 2 കൈയും കറക്റ്റായിട്ട് പിടിച്ച് തയ്ച്ച് കഴിഞ്ഞാൽ, നെക്കൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ വൃത്തിയുണ്ടാവും. അപ്പോൾ ഇനി നോക്കി, ഇനി നമ്മൾ ഈ ക്യാൻവാസിൻ്റെ മുകളിൽ കൂടി ഇപ്പുറത്ത് കൂടിയും ഒന്ന് തയ്ച്ചു കൊടുക്കുക. കാരണം ഇത് നമ്മൾ ആദ്യം തയ്ച്ചിട്ടില്ല. അത് നമുക്ക് ആദ്യം തയ്ക്കണമെങ്കിൽ ആദ്യം തയ്ക്കാം. ഇതിങ്ങനെ തയ്ക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ തയ്ച്ചതിന് ശേഷം തുണി ഒന്ന് കഴുകി കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് പിടിച്ച് നിൽക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സൈഡ് ആ തയ്പ്പിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂങ്ങി കിടക്കും. അപ്പോൾ ഇതാകുമ്പോൾ ആ നീറ്റായിട്ട് അത് ഉള്ളിടത്തോളം കാലം അങ്ങനെ തന്നെ ഇരിക്കും.
അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട പണി നോക്കുക. ഇനി നമ്മൾ ഇതിനെ ഈ ഒരു പാനലിനെ കറക്റ്റായിട്ട് ആ ലൈനിങ്ങിലേക്ക് മാത്രം വെച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടു, ആ ലൈനിങ്ങിലേക്ക് കറക്റ്റായിട്ട് ഈ ചുറ്റും നമ്മൾ തയ്ക്കുക. തുണി ഒന്ന് ഡാർക്ക് തുണി ആയതുകൊണ്ട് ഒരു ചെറിയൊരു ലൈറ്റിംഗ് ഇഷ്യൂ ഉണ്ട് ഇതിൽ. പക്ഷെ ഇത് വേറെ കളർ വെച്ചിട്ട് നമുക്കിതിൽ കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പാനൽ വേറെ കളറൊക്കെ വെക്കാം, പക്ഷെ അത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടു, ഇതിപ്പോൾ കറക്റ്റായിട്ട് ആ ലൈനിങ് തുണിമേലാണ് നമ്മൾ വെച്ച് തയ്ക്കുന്നത്. മറ്റേ തുണി നമ്മൾ മാറ്റിയിട്ടു. അപ്പോൾ ഇതും നമ്മൾ തയ്ക്കുന്നത് അത്രയും നീറ്റ്നെസ്സിൽ തന്നെ തയ്ക്കണം. ആ സെൻറ്ററൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം നമ്മൾ തയ്ക്കാൻ, അല്ലാതെ വെറുതെ തയ്ക്കരുത്. സെൻറ്ററൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ തയ്ക്കുക. അപ്പോൾ ഈ ഭാഗം നമ്മുടെ ബാക്ക് പാനൽ ഇപ്പോൾ നമ്മുടെ തയ്പ്പ് കഴിഞ്ഞു. ഇനി ഇതേപോലെ അല്ല, ഇത് ഫ്രണ്ട് പാനലാണ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞത്. നമുക്ക് ഇനി ഇതിൻ്റെ ബാക്ക് പാനലും കൂടിയും തയ്ക്കണം. അപ്പോൾ ബാക്ക് പാനലും സെയിം ഇതേപോലെ തന്നെയാണ്, ഈ ചെയ്ത അതേ റൂട്ട് കൂടെ തന്നെയാണ് നമ്മൾ തയ്ക്കണത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേ ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ ഫ്രണ്ടും ബാക്കും തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നോക്കുക, ഇത് ബാക്ക് പാനലാണ്. ബാക്ക് പാനലിൽ കണ്ടു, ബാക്ക് പാനലിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഇതുപോലെ ലേബിളൊക്കെ വെക്കാനുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ആ സെൻറ്ററിൽ കറക്റ്റായിട്ട് ലേബിളും വെച്ചിട്ട് തയ്ക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോൾ ലേബിൾ വെക്കാൻ വേറെ സ്ഥലമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഈ ഒരു തയ്പ്പ് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെം ചെയ്യേണ്ട പണി ലാഭമുണ്ട്. അതുപോലെ ഇത് നല്ല വൃത്തിയിൽ നിൽക്കും ചെയ്യും. ഹെം ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ നിൽക്കും. ഇതാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് നിൽക്കും ചെയ്യും. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും ബാക്കിൽ നിന്ന് നോക്കിയാലും ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കഴുത്ത് നിൽക്കും. കാരണം അത്രയും ഭാഗത്ത് നമുക്ക് തുണി കട്ടി കൂടുതൽ വരുന്നതുകൊണ്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഫിറ്റിങ്ങിൽ തന്നെയാണ് നിൽക്കുക. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു പാനലും കൂടി നമ്മൾ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം. അപ്പോൾ നോക്കുക, നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യലാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്നത് പല വീഡിയോകളിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊന്നും കൂടി ഞാൻ കാണിക്കുകയാണ്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് പുതുതായി കാണുന്ന പലരും ഉണ്ട്. അപ്പോൾ പഴയ വീഡിയോകൾ ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു നീറ്റ്നെസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ അത് കാണിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ നോക്ക്, നമ്മൾ ഇതുപോലെ രണ്ടെണ്ണത്തിൻ്റെയും ഫ്രണ്ട് സൈഡും കൂടി വയ്ക്കുകയാണ്. അതായത് നല്ല വശം കൂടി ഇതുപോലെ വെച്ചതിന് ശേഷം ഇത് നോക്കുക, ഷോൾഡറിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ ആ രണ്ട് പീസ്, അതായത് തുണി ചന്തേരി സിൽക്കിൻ്റെ തുണി കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ട് തുണി, ലൈനിങ്ങിൻ്റെ തുണിയും മറ്റേ അഡീഷണൽ വെച്ച പാനലും കൂടിയിട്ട് ഇതേപോലെ പിടിച്ച് ഇങ്ങോട്ട് മടക്കുക. ഉണ്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കുക. അങ്ങനെ മടക്കിയിട്ട് അതിൽ നമ്മൾ സാധാരണ അരയിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ക്കുക. അതാണ് പണിയുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞു. ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഉള്ളൊരു പ്രത്യേകത, ഇത് നമ്മുടെ ഈ ചാനലിലത്തെ 101ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നോക്കുക, നമ്മൾ ഇത് തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും നോക്കുക, രണ്ട് സൈഡും നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ സ്റ്റിച്ചിങ് എത്രയും നീറ്റായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് തയ്യൽ തുമ്പും കാണില്ല, ഒന്നും കാണില്ല. വളരെ നീറ്റായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് ഇതിൽ കിട്ടുക. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഒരേപോലെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തുപ്പോൾ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര തന്നെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള. നെക്കും ഷോൾഡറും വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലെയിൻ നെക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.
അപ്പോൾ വീണ്ടും ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.